വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ വ്ലോഗ്സ്. ഗൈസ്, ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റേക്കണം. ഒരു 6:30 ആയിട്ടുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒന്ന് എറണാകുളം വരെ പോകണം. അപ്പോൾ പൊന്നൂസ് ഇവിടെ ഇല്ല, ആള് അവിടെയാണ്. ഞാൻ ട്രെയിനിലാണ് പോണത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒല്ലൂരിൽ നിന്ന് ട്രെയിൻ കയറും. 7:25 ട്രെയിനുള്ളത്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കയറും. പൊന്നൂസ് എന്നോട് എൻ്റെ കൂടെ ഇവിടെ നിന്നറിയാം കയറാം, ഡിവൈൻ്റെ അവിടെ നിന്ന് കയറും. ആളുടെ വീട്ടിലാണ്. അപ്പം ഞാൻ ഇന്ന് നമുക്ക് എറണാകുളത്തേക്ക് പോയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കണം. ഉണ്ണി ഞാനും ഇവിടെയാണ്. എനിക്ക് ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നതാണ്. അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ എണീറ്റേക്കാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനായിട്ടാണ് നമ്മൾ എറണാകുളത്തേക്ക് പോണത്. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോ ഏറ്റിരിക്കുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ അവൻ 9 മണിക്ക് എണീക്കാറില്ല, പക്ഷെ ഇന്ന് നേരത്തെ 6 മണിക്ക് ഏറ്റിരിക്കണത് അന്നത്ത്. മമ്മ പോവാന്നെ, നീ വരണ്ട മമ്മന്റെ കൂടെ? വരാം. വരണ്ട മമ്മന്റെ കൂടെ വരണ്ട. ഇതിപ്പോ ഞാൻ ഡ്രസ്സ് മാറി കഴിഞ്ഞ ഇവന് എങ്ങനെയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഡ്രസ്സ് മാറണ വരെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരച്ചിലാവും. അതുകൊണ്ട് ഞാൻ അവനിപ്പൊ കാണിക്കാണ്ട പോവാറ്. വീഡിയോ എടുക്കണ കാരണം കൊണ്ട് കണ്ട ആ പോസ് കാണിക്കണ കണ്ട നോക്കി വീഡിയോ ലൈക്ക് ചെയ്യാൻ. ഇതിപ്പോ എന്റെ അപ്പനായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരണത്. പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, ഒരു അപ്പൻ തന്നെയല്ലേ വീഡിയോ എടുത്ത് തന്നിരുന്നത്. ഇത് കണ്ട, ഇത് ലവ് ലാപ്പിന്റെ വെറ്റ് വൈപ്സ് ആണ്, മോയ്സ്ചറൈസിങ് വെറ്റ് വൈപ്സ് ആണ്. ഇത് ഞാൻ ആദ്യം ഇവന് യൂസ് ചെയ്തിരുന്നത് വേറെ ബ്രാൻഡിന്റെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷെ അത് ഇവന്റെ മേത്ത് വെച്ചപ്പോഴേ ഇവന് മറ്റേ റെഡ് അലർജി ഒക്കെ വന്നു. ഭയങ്കരമായിട്ട് റെഡ് കളറായി സ്കിന്നും കാര്യങ്ങളൊക്കെ. അതേ പിന്നെ ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിയ സാധനമാണ് ഇത്. ഇത് നല്ല സാധനമായിട്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ ഇത് ഉപയോഗിക്കുമ്പോൾ വേറെ റാഷസോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഉണ്ണികളുടെ സ്കിന്നിന് മാത്രമല്ല, ടോയ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. ഫ്രേഗ്രൻസ് ഉള്ള വെറ്റ് വൈപ്സിലൊക്കെ കെമിക്കൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ കെമിക്കൽസ് ഉണ്ണിയുടെ സ്കിന്നിനൊക്കെ ഭയങ്കര പൊട്ടയാണ്. പക്ഷേ ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. അപ്പോൾ ഇതിന് അലർജിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ലിഡ് ഉണ്ട്. ആ ലിഡ് ഉള്ള കാരണം കൊണ്ട് എൻ്റെ മോയ്സ്ചർ പുറത്തേക്ക് പോവില്ല, എപ്പോഴും വെറ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിൽ അലോവേര ഉണ്ട്. അലോവേര ഉള്ള കാരണം കൊണ്ട് ഉണ്ണിയുടെ ബോഡി ക്ലീൻ ആവാൻ മാത്രമല്ല, അത് ജെന്റിൽ ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് ഉണ്ണിയുടെ സ്കിൻ നറിഷ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് പാരബിൻ ഫ്രീ ആണ്. അതുപോലെ ഇത് pH ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് ഉണ്ണിയുടെ സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഇത് നല്ലതാണ്. ഞാൻ പോട്ടെ, എനിക്ക് പോകണം. ഡ്രസ്സ് മാറണം, അത് കഴിഞ്ഞിട്ട് പോകണം. ഇവൻ അമ്മടലിൽ ഏൽപ്പിക്കണം. കണ്ടോണം എനിക്ക് പോകാൻ. ബാക്കി നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഞങ്ങള് എറണാകുളത്തെ തെരുവീതികളിൽ കൂടെ നടക്കാണ് അല്ലേ? റോഡിന് അങ്ങനെയല്ലേ പറയാ, തെരുവീതികൾ എന്നല്ലേ പറയാ. റോട്ടിൽ കൂടെ നടക്കാണ്. എന്നോട് മുല്ലപ്പൂ വേണോ? കുളിക്കാത്ത നിനക്ക് എന്തിനാ മുല്ലപ്പൂ? കുളിച്ചിട്ടില്ലേ? ഗൈസ്, ഞങ്ങള് എറണാകുളത്താണ്. ഞങ്ങൾ സ്ഥലം വരെ പോണത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഒരു ഷോർട്ട് കട്ടില്ല, അത് നടക്കുക. അതായത് ഞാൻ ജോലിക്ക് പോകുമ്പോ നടക്കണ വഴികളാണ് ഉണ്ടപ്പൻ ഞാനൊന്ന് കൊണ്ട് നടത്തണത്. അപ്പൊ ആ വഴി കൂടെ ഒക്കെ നിന്ന് നടത്തണം. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് മനസ്സിലാക്കി തരാം. അതെന്താ ഇടയ്ക്കിടയ്ക്കൊക്കെ നടന്നു ഒരു ശീലമില്ലാത്തതിന്റെ പേരില്ല. ഇടയ്ക്കിടയ്ക്ക് നനങ്ങണം. ജിമ്മില് പോയി ജോയിൻ ചെയ്തു. ഇപ്പൊ ജിമ്മില് പോയിട്ട് 1 മാസമായി. എന്തുകൊണ്ടോ സമയമില്ല. ഇപ്പൊ വീടാനേട്ടാ ഇവിടെ വാവുണ്ടപ്പാ. ഇന്നൊരു ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. വേറൊരു നമ്മുടെ ലൈഫിന്റെ തന്നെ ഒരു കാര്യം ഉണ്ട്. പക്ഷെ ആ കാര്യം നമ്മളിപ്പോ പറയുന്നില്ല. ആ കാര്യത്തിന് വേണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണത്. അത് പിന്നീട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ സബ്മിഷൻ ഒക്കെ കഴിഞ്ഞു. എത്ര രൂപയുടെ ഫീസ് അടച്ചേ? 9,918 അത്ര അടച്ചു. ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് പോവാം. ഞങ്ങൾ കറങ്ങാൻ പോവാണ്. എല്ലാവരും ചെറുതായിട്ടിരിക്കാം. പിന്നെ ചെട്ടി പോവാം. ഈ സാധനം ഒന്നും മറക്കില്ല ചേട്ടാ. ഈ സാധനം ഒന്നും മറക്കില്ല. മീറ്റർ ഒന്നും മറക്കില്ല ചേട്ടാ. 80 രൂപ. ടിക്കറ്റ് എടുത്താൽ പോരെ? ഫോർട്ടിജിക്ക് പോയാൽ പോരെ? ടിക്കറ്റ് വേണം, ഫോട്ടോ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ചെന്ന് കാര്യമില്ലെന്നോ. ലേഡീസിന് വേറെ വായനുണ്ട്. എന്താ നമുക്ക് കിടമുണ്ട്. ഞങ്ങള് അപ്പുറത്തെ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ ചെന്നതാണ്. അപ്പൊ ടിക്കറ്റ് കിട്ടിയില്ല. ഇപ്പുറത്തെ കൗണ്ടറിൽ 20 രൂപ കോയിൻ കണ്ടത് കണ്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇന്ന് കയ്യിൽ കിട്ടിയപ്പോ ഞാൻ കണ്ടത് കുറച്ച് നേരം നിന്നോ.
ടിക്കറ്റ് കിട്ടും. 1:40 ട്രെയിൻ. ട്രെയിനിന്ന് അയ്യോ എനിക്ക് വിശക്കുണ്ട്. വിശക്ക് മസാല ദോശ കഴിച്ചത്. ഞാനേ നമ്മള് കൊറേ നാളായി ഇവിടെ വന്നിട്ട് 2 കൊല്ലമായിട്ടാവും എങ്ങോട്ട് വന്നിട്ട് ഈ ബോട്ടില് പോയിട്ടല്ലേ? ബോട്ടില് പോയിട്ട് കല്യാണത്തിന് മുൻപ് വന്നിട്ടുണ്ട്, കല്യാണത്തിന് ശേഷം വന്നിട്ടില്ലേ? 22 വന്നതാ. 22 പിന്നെ അതിന് പോയത് 18 ആയപ്പോഴല്ലേ? 18 19 പിന്നെ വന്നിട്ടില്ല. നല്ല മാറ്റുണ്ട് ഇതൊക്കെ. മറ്റേ ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നു. എന്ത് പണ്ട് ഇവിടെ കേറി ഇങ്ങനത്തെ വണ്ടിന്റെ ആയിരുന്നു, വലിയ ബോട്ടിന്റെ ആയിരുന്നു. ലാസ്റ്റ് വന്നപ്പോ ഇതുപോലത്തെ ബോട്ടായി. അതിന് മുമ്പ് ചെറിയതാട്ടാ, ഹൈറ്റ് കുറവായിരുന്നു, സെറ്റപ്പ് ആയിരുന്നു. അങ്ങനത്തെ അല്ല, നല്ല രസമുണ്ട്. പക്ഷെ മറ്റേത് ഭംഗി. എവിടെയെങ്കിലും ഒരു സീറ്റ് പിടിച്ചോ, നല്ല ഫ്രണ്ട് സീറ്റ് കിട്ടും. സായിപ്പാന്റെ പദം നമ്മളെപ്പോ ഉണ്ടായിരുന്നു. പക്ഷെ ബോട്ടിൽ ആൾക്കാരുകളില്ല കേട്ടോ, ഇഷ്ടംപോലെ ഫ്രീ സീറ്റുകളുണ്ട്. അല്ലേ, ഗവൺമെന്റിന്റെ അല്ലേ? മീറ്റർ ഇടാണ്ട് ഓടണം. അതൊന്ന് പിന്നെ 2 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒന്നും ഇല്ലാത്ത കുറച്ച് ദൂരമുള്ളൂ. ഞാൻ രാവിലെ പോയപ്പോ പ്രശ്നം ഞാൻ 100 തരാം. സ്റ്റോപ്പൊക്കെ ആകെ മാറിയല്ലോ. ആണോ? കൊച്ചി ബോട്ട് ജെട്ടി പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഫോർട്ട് കൊച്ചിയില് നമ്മള് ബോട്ട് ഇറങ്ങി നമ്മളിങ്ങനെ നടക്കാണ്. നമ്മളിപ്പോ നടക്കണത് മറ്റേ റോട്ടിൽ കൂടെ നേരെ നടക്കണേ. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല അല്ലെ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതെ അല്ല, ഞങ്ങൾ അഫെയറിലായിരുന്ന ടൈമില് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓർമ്മ പുതുക്കണ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. പക്ഷെ അതിനുശേഷം ഞങ്ങൾ വന്നു, കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഇപ്പൊ ഓൾറെഡി എറണാകുളത്തേക്ക് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. അത് സെയിം പേ നമ്മൾ എങ്ങനെയാണോ പണ്ട് പോയേക്കണത് അതേപോലെ തന്നെ. ആദ്യം ഞങ്ങൾ മറൈൻ ഡ്രൈവ് പോയിട്ടാണ് ഞങ്ങള് ബോട്ട് ജെട്ടിന്ന് മറ്റേ ഇതിലെടുത്തിട്ട് ബോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാറ്. ഫ്ലൈറ്റ് ആണോ? സൗണ്ട് അല്ല, മറ്റേ സാധനം പോണതടി. നീ അവിടുത്തെ സൗണ്ട് ആണ്. കുടുംബം വീടല്ലേ? ഞാൻ വീടില്ല, നീ നടന്നാ മതി. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വീണ്ടും ഫോർട്ട് കൊച്ചിക്ക് വന്നത്. പതുക്കെ പൊക്കോ രസമുണ്ട്. കുടിച്ചു നോക്കിയ വഞ്ചില് മീൻ പിടിച്ച ആൾക്കാര് മീനൊക്കെ കൊണ്ട് പോണണ്ട. നീ കണ്ട? നീ സാധാരണ നമ്മള് വരുമ്പോ നല്ല വെയിലാണ് വരാറ്. പക്ഷെ ഇന്ന് വെയിലൊന്നും ഇല്ല, നല്ല കൂൾ ടെമ്പറേച്ചറാണ്. വെയിലും ഇല്ല, നല്ല രസമുള്ള ക്ലൈമറ്റ്. സുഖമായിട്ട് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വെയിലത്തെ കൂടെ തളർന്നു പോകും. കാരണം വെയിലില്ലാത്ത ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാന്ന് വിചാരിച്ചു. ഇത് നടന്നു വരാൻ നല്ല രസമുണ്ട്, ഒരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ നടക്കാന്ന് വിചാരിച്ചു. നിനക്ക് ഓർമ്മയുണ്ടാ നമ്മൾ 2022 ഇവിടേക്ക് വന്നു കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മള് നല്ല അടിയായി. ഇത് വഴക്ക് ഭയങ്കര തല്ലൊക്കെ ഉണ്ടാക്കി. ഞാൻ ഒന്നും കാണില്ല എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. അപ്പൊ നീ എന്നാ പോവാ വീട്ടിൽ പോവാന്നോട്ട് നീ അവിടെ നിന്ന് ഇങ്ങടെ എത്തി. എന്നിട്ട് പിന്നെ അവസാനം നമ്മൾ തല്ലുമാറി. ഇത് ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. നിന്റെ സ്വഭാവം എല്ലാവരും അറിയണ്ട. ഞങ്ങള് ഇവിടെ എത്തിയിട്ടാ. നമ്മള് ഭക്ഷണം കഴിക്കാറുള്ള സ്ഥിരം ഭക്ഷണം കഴിക്കാറുള്ള സ്ഥലങ്ങൾ കട കഴിഞ്ഞില്ലേ? അവിടേക്ക് തന്നെ പോണേ. മറ്റേത് ഇതവിടെയായിരുന്നു നമ്മുടെ പോസ്റ്റ് വെഡിങ്ങിന്റെ ആ ചൊമ്പ ഇവിടേക്ക് വെച്ച് നമ്മള് ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലെ? ഓർക്കല്ലേ നീ? നിനക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കണോ ഐസ്ക്രീം കഴിക്കണോ? ഫുഡ്. ശരിയാ, സമയം 3 മണിയായി. അല്ല, ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല ഇത്ര നേരായിട്ട്. അതെ, എന്താന്നറിയോ, പറഞ്ഞിങ്ങനെ ശീലിച്ചാരുടെ അതന്നെയാണ്. ഇവിടെയാണ് നമ്മള് കേറാറ്. അതായത് 5-6 വർഷം മുമ്പ് നമ്മൾ ഇവിടേക്കല്ലോ എന്നാണ്
നമ്മൾ വരുമ്പോൾ എപ്പോഴും ഓടിക്കാൻ വരാറ് അല്ലേ? നമ്മുടെ ചിക്കൻ ബിരിയാണി, പപ്പടം, ചിക്കൻ 65, ഡയറ്റിംഗ് ഒക്കെ പോയില്ലേ? ഇത് കുഴപ്പമില്ലല്ലേ, കുറച്ച് റൈസും ചിക്കനും അല്ലേ, പ്രോട്ടീൻ ഉണ്ട്, ഇതുണ്ട്. ബിരിയാണി ഓക്കെ ആണ് ഡയറ്റിന്. പൊറോട്ടയും ബീഫും കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഇതൊരു പരിപാടി നേരെ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു മറൈൻ ഡ്രൈവ്. ഫോർട്ട് കൊച്ചിന്ന് മറൈൻ ഡ്രൈവിലേക്ക്, ഊട്ടുചട്ടിക്ക്, ചെട്ടിമേനക. ഞങ്ങള് മറൈൻ ഡ്രൈവിൽ എത്തിയേക്കാണ്. വൈകുന്നേരം സമയം ഒരു 5:15 കഴിഞ്ഞില്ലടി, 5:15 കഴിഞ്ഞു. തിരക്കുകളൊക്കെ എനിക്ക് അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കുണ്ടാവും. ഇതിന് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാല് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വെയിലൊന്നും ഇല്ലാത്ത കാരണം നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോ തൊട്ട് നമുക്ക് വെയിലിന്റെ കാര്യങ്ങളിലും പ്രശ്നങ്ങളും നമ്മൾ പെട്ടിട്ടില്ല. അത് നമുക്ക് നല്ല ഗുണമായി. അതെ, വെയിലൊന്നും ഞാൻ പൊന്നൂസിനോട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ കോട്ടയൊന്നും എടുത്തില്ലല്ലോ ഇവിടെ, കോട്ടയൊന്നും എടുത്തില്ലെങ്കിൽ ആകെ വെയിൽ കൊണ്ട് തവിട് പൊടിയാന്ന് പറഞ്ഞു. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമുക്ക് വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കൂളായിട്ട് പോകാൻ പറ്റി. കണ്ടത് ഇവിടെയൊക്കെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? ജ്യൂസ് നല്ലതാണോ? മധുരം ഉണ്ടാന്ന് പറഞ്ഞ ഞാൻ മധുരം കുറച്ചിട്ടാ മതി. അല്ല, മധുരം തണുപ്പ് വേണ്ട, കുറച്ച് പോയി തണുപ്പുണ്ട്, ഒരുപാടില്ല. രസല്ലേ? ഞങ്ങള് ജ്യൂസ് കുടിച്ച് ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഒരു 100 മീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ അല്ലെ? 100 മീറ്റർ നടന്നപ്പോഴത്തേനും ഞങ്ങള് ചായ കണ്ടു. സമയായി, ഇനി പോവാ. ഇനി നേരെ ട്രെയിൻ കയറാ, കുടുംബത്തേക്ക് പോവാ. ഉണ്ണി അവിടെ ഉണ്ടാവും. ഫോട്ടോ കാണിച്ചെടുത്ത്, ഫോട്ടോ കാണിച്ചേ. എന്തൊക്കെ സെറ്റപ്പ്. ഇങ്ങോട്ട് വാ, പോവാ നമുക്ക്. ട്രെയിൻ വരാറായി. ബാ. എന്തിട്ട്? പിന്നെ എൻ്റെ പല്ലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ട്രെയിൻ. ഇനി എന്തിട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് 7:30 ആയിട്ടുണ്ട് സമയം. ഇവിടുന്ന് അല്ല 7:15 7:50 നമുക്കൊന്ന് പാസഞ്ചർ. അതെ, നമ്മളിവിടെ ഇരിക്കും. ഇവിടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ട്രെയിനൊക്കെ പോകണമെന്ന് നോക്കി നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ വരും, പാസഞ്ചർ ട്രെയിൻ വരും. നമ്മൾ കയറും. സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. രാവിലെ വന്നപ്പോൾ ഒട്ടും സീറ്റ് ഉണ്ടായിരുന്നില്ല, എയറിൽ നിന്നിട്ട് വന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഹോപ്പ്ഫുള്ളി സീറ്റ് ഉണ്ടാവേണ്ടതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു, പൊന്നിസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അതെ, ഉണ്ണി അവിടെയാണ്. കാരണം എനിക്ക് നാളെ വീണ്ടും എനിക്ക് എറണാകുളത്തേക്ക് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. നാളെ രാവിലെ വീണ്ടും ഇങ്ങോട്ട് പോകുന്നു. പൊന്നിസ് നേരോട് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചില്ല് ചെയ്യുന്നു. സെറ്റിലായിട്ട് അല്ലേ? വീട്ടിൽ ചില്ല് ചെയ്യണം. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിൻ വരും, നമ്മൾ ട്രെയിനിൽ കയറി പോകും. അപ്പോൾ അടുത്ത വീട്ടിൽ കൊണ്ടുപോകണം. അതായത് ഞങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം 8 മണി വരെയുള്ള ടൈം വീഡിയോ ആണ് നിങ്ങൾ ഒരു 10 to 15 മിനിറ്റിനുള്ളിൽ കാണുന്നത്. 10 മിനിറ്റ് നിങ്ങൾ കാണുന്നത് അത്രയ്ക്കാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താ പറയുക, പറഞ്ഞോളൂ പറഞ്ഞു.